കോഴിക്കോട്ട് സ്വകാര്യ ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കൽ ബസാർ സ്വദേശി മുഹമ്മദ് അലിയാണ് മരിച്ചത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന കാർത്തിക ബസ് ഇടിച്ചാണ് മുഹമ്മദ് അലി മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഫറൂഖ് സെഞ്ചുറി കോംപ്ലക്സിന് മുന്നിലായിരുന്നു അപകടം. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ച സംഭവമാണ്. ഇങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സ്മൃതി, അതിദാരുണമായ സംഭവം എന്നേ പറയാൻ സാധിക്കൂ. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫറോക്ക് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ് അത് ഒരു ഇലക്ട്രിക് പോസ്റ്റിനോട് അടുപ്പിച്ച് കയറി വരികയായിരുന്നു. അതിനിടയ്ക്ക് ഇലക്ട്രിക് പോസ്റ്റിനും ഈ ബസ്സിനും ഇടയിൽ ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന 54 വയസ്സുള്ളയാൾ ഞെരിഞ്ഞമരുകയായിരുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുൾപ്പെടെ ആയിരുന്നു എത്തിയിരുന്നത് ഇദ്ദേഹം. ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യും. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.